ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു മാസത്തിലധികമായി അനിയത്തി ഇവിടെ വന്നതാണ്. നമ്മൾ ഈ പോലീസിൽ ഇതിൻ്റെ വിഷയങ്ങൾ പരാതി കൊടുത്തു എന്ന് പറയുന്നത് എന്താണ് പോലീസിന് ഭാഗത്തുണ്ടായ നടപടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എങ്ങനെ പരാതി കടലാസിൽ എഴുതി കൊടുത്തല്ലേ? പകർപ്പ് വാങ്ങി പകർപ്പും കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പോലെ പോലീസുകാരൊന്ന് വന്നിട്ട് ഒന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു നമ്മൾ പരാതി കൊടുത്താൽ അതെന്താണ് എന്ന് അവിടെ വരുന്ന സംഭവം വെച്ചിട്ടോ ഒന്ന് ഒരു അന്വേഷണം ഒരു പോലീസുകാർ ഇവിടെ എത്തിയില്ല. ഒരു കുട്ടി ഒരു പോലീസിന്റെ തൊപ്പി വെച്ച ഒരാൾ ഈ വീട്ടിൽ കയറിയെങ്കിൽ അവന് പോലീസിന് നല്ല പേടി വെച്ചിരുന്ന അപ്പോൾ മോ വന്നില്ലെങ്കിൽ ഈ മോക്ക് ഇത് സംഭവിക്കില്ല. വരാൻ നേരമില്ല. ഈ ഉമ്മാനെ കൊന്ന മറ്റേ പയ്യനും ഇവനും ഫ്രണ്ട്സാണ്. ആര് തലേന്ന് വരെ വരെ മോളെ കല്യാണത്തിന് തലേന്ന് പേരാമ്പ്ര വന്നു. പോലീസുകാർക്ക് അറിയില്ല. ഈ കുട്ടീന്റെ ഡ്രസ്സ് എന്തോ കത്തിച്ചിട്ട് നമ്മുടെ ആ വീടും പോലീസിന് കൊടുത്തല്ലേ? ഡ്രസ്സ് കത്തിച്ച് ഓൻ തന്നെ സ്റ്റാറ്റസ് എടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിക്ക്. അപ്പൊ മോളെ സർട്ടിഫിക്കറ്റ് അവിടെയുള്ളത്. അപ്പൊ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇവരോട് പറഞ്ഞപ്പോ ആ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകാൻ രാവിലെ ഇവിടെ വന്നു. അപ്പൊ നല്ലോണം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പോകാന്ന് വരെ. പിന്നെ അവർ പറയുന്നത് ഞാൻ സലാം ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം വരാം. അപ്പൊ നല്ലോണം പോയോ പിന്നെ തിരിച്ചങ്ങനെ വരിക. പിന്നെ വന്നിട്ടാണ് പറയുന്നത് മോളെ പിടിക്കുന്നതും വലിച്ചിടുന്നതും കുത്തുന്നതും. ഒരു ദിവസം ഒരു പോലീസുകാർ വന്നൊന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ഈ പൈതലിന് കുമ്മുണ്ടോ? ഇവിടുന്ന് പിന്നെ തൊട്ടടുത്ത് മദ്യക്കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ ഇപ്പൊ വെല്ലൊക്കെ പറയുന്നത് മദ്യം കൊണ്ടുവരുന്ന വിൽക്കുന്നത് ഇതാക്കുന്നത് പബ്ലിക്കായിട്ട് എല്ലാ പരിപാടിയും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഓനെ പറയുന്ന ഉപ്പാനെ ലക്ഷ്യം വെച്ചാൽ ഇവിടെ വന്നത്. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇവനെ പേടിച്ചിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഓനെ തൂക്കിലേറ്റ ഒരാൾക്കെങ്കിലും ഇങ്ങനെ പെൺകുട്ടികൾ ഒരാൾക്കെങ്കിലും ശിക്ഷ കൊടുത്താൽ സംഭവം നടക്കുക. ആ ഒരാളെ ഇനി പുറത്ത് കടത്തരുത്, ജാമ്യം ഒരാൾക്കും കൊടുക്കരുത്. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ? മക്കളെ വിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ നേരായി എത്തിയാണ്. എനിക്കോട് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പോലീസിന്റെ ഈ നിലപാട് ഇത് എല്ലാ ഭാഗത്തും കേരളത്തിലെ ഇതിന്റെ വിഷയം തന്നെയാണ്. എന്തായാലും നിങ്ങൾ കൊടുത്ത ഈ പരാതി വെച്ചുകൊണ്ട് പരാതി കൊടുക്കാനുള്ള ഗവൺമെന്റ് നിലപാട് നമുക്കറിയാം. പോലീസ് തന്നെയാണ് ഇതില് ഈ സംഗതിക്ക് വളം വെച്ച് കൊടുക്കുന്നതിന് പ്രധാന ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ പിന്നെ ഇങ്ങനെ നടക്കൂല. ഇതെല്ലാത്തിനും പിടിച്ചന്നാ പെടും, കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറക്കും. അപ്പോൾ ആർക്കും അറിയാം ഒന്നും നടക്കൂല, നമ്മളെന്ത് കളിച്ചാലും പ്രശ്നം ഇല്ലാന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ കുണ്ടന്മാരൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്. അടുത്ത നടപടിയില്ല പറഞ്ഞാണ്, ആർക്കും ഒരു പേടിയില്ല. ഈ പൈതൽ മക്കളല്ലേ അനാഥയാകുന്നത്? ഈ പൈതലിനോട് ഇപ്പൊ എന്താ പറയാ? അതാ എന്റെ ഉമ്മാൻ ചോദിക്കുന്നത്. എന്റെ ഉമ്മ എന്താ വരാത്ത? എന്റെ ഉമ്മാന്റെ അടുത്ത് ആക്കിത്ത നമ്മൾ എവിടെയാ കൊണ്ടുപോയി ആക്ക്? എന്റെ മോനെ ഉറങ്ങിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. മോൻ അങ്ങനെ കരയലൊന്നുമില്ല, പക്ഷെ നല്ല കരച്ചിലായിരുന്നു എന്റെ മോന്. ഈ മോളെ മുന്നിലിട്ട് കുത്തിയത് ഈ മോള വന്നിട്ട് പറയുന്ന ഉമ്മൻ എന്തോ ചെയ്യുന്നു ബാപ്പാന്ന്. ഈ 3 വയസ്സിന് കുഞ്ഞനെ കാണുന്നത്. എന്റെ ഉപ്പനെ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഓളെ ഫസ്റ്റ് അങ്ങോട്ട് കൊലയിലേക്ക് പോയത്. ഉമ്മയും ഉപ്പ ഈ കാര്യം അറിയുന്നില്ല, ഓല അടുക്കളയിലാ. അപ്പൊ ഓളെ ഫസ്റ്റായി ചെയ്തിട്ടിട്ട് മോള് വന്ന് പറഞ്ഞപ്പോഴാണ് ഓല ഓടി പോണത്. അപ്പൊ ഉപ്പനെ ലക്ഷ്യം വെച്ച ഓളെ കണ്ടപ്പോ കുത്തി. അതൊന്നും ശരിയല്ലേ? ഫുള്ള് കള്ളത്തരാണ്. ഓന്റെ ഉമ്മ പറയുന്നുണ്ടല്ലോ, ഓന്റെ ഉമ്മ
മോൻ നല്ല മോനെ ഒന്നും കളിക്കില്ല ഇതാക്കില്ല. എത്രയോ പ്രാവശ്യം ഈ മോനും അടി കൂടിയിട്ടാണ് എത്രയോ പ്രാവശ്യം മോൾ ഇവിടെ വന്നിട്ട്. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഞാനോ നല്ലോണം ഒന്നും ചെയ്യൂല, ഓനെ നല്ലോണം ഞാൻ നോക്കുന്നു പറഞ്ഞ് വണ്ടിമ കയറ്റി കൊണ്ടുപോയിട്ട് പോയി റൂമിലിട്ട് അടിച്ചോളാം. പിന്നെ ഒരു ദിവസം ഇവിടെ വന്നാലും പറഞ്ഞത് ഈ പ്രാവശ്യം കച്ചറായാലും വന്ന് പറഞ്ഞത് മോനെ അന്ന് കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി അടിച്ച് മോനെ നല്ലോണം ഇവരോട് എന്തോ വന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുപോയാ പിന്നെ കുട്ടിന് ഭയങ്കര മർദ്ദന. ഓൻ പറങ്ങി പോയി എന്നോട് പറഞ്ഞു ഞാൻ നാണം കെട്ടി. ഇനി ഓനെ പുറത്തിറക്കി ഓന് വീണ്ടും ഒരു കല്യാണം കഴിച്ചാൽ ആ കുട്ടിന്റെ ഭാവിയും കൂടി ഇല്ലാണ്ടാവുക ചെയ്യാം. ഓനെ ഒരു കാലത്തും പുറത്ത് വിടാതെ സമാധാനം നിൽക്ക്. ഇനി അവനെ പുറത്തിറക്കരുത്. നമുക്ക് ഈ മക്കളെ ഇവിടെ സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ടി. എന്റെ ഉമ്മക്കും ഉപ്പക്കും പരിക്കായിട്ട് ഓരോ കോളേജിലാ, ഓർക്ക് പോലും ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഉമ്മ സ്കൂളിൽ വരും. ഹോസ്പിറ്റലിലെ കേസ് ഇപ്പം മഞ്ഞപ്പോൾ പോരാനാവുമല്ലോ. അപ്പം വൈകുള്ളൂ. ഇവിടെ കണ്ടില്ല നിൽക്കാറ്. ഞങ്ങൾക്കൊക്കെ വീടും കാര്യങ്ങളും മക്കളും പഠിക്കുന്നതാണ്. നമുക്കില്ലെന്നും അന്ന് നിൽക്കാൻ കഴിയില്ല. നല്ല സ്നേഹബന്ധമുള്ള കുടുംബമായത്. ഞങ്ങളുടെ കൂട്ടുകുടുംബം നല്ല സ്നേഹത്തിലാണ്. ഈ മോള് മാത്രമേ എൻ്റെ ചതി പെട്ടുപോയിട്ടുള്ളൂ. അവളെ വിധി ഇങ്ങനെയാ. മോള് പറയല്ല, എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. എന്നോട് പറയലുണ്ടായി. ഇപ്പൊ അടുത്ത് പോലും ഓളിനോട് പറഞ്ഞ ഞാൻ ചോദിച്ചു മോളെ എന്താ ചെറുത് അത് ഇനി അങ്ങനെ പറഞ്ഞതാണ് എന്നോട് പറയുന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞ. ഇവിടെ അടുത്ത വീട്ടിലുള്ള താത്തരോട് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട് പറയാൻ പറ്റാത്തത്. അതെന്താന്ന് ഞങ്ങൾക്ക് അറിയൂല. സമാധാനം നിൽക്ക് കേട്ടോ. ബാക്കി നോക്കട്ടെ. പോലീസിന്റെ കാര്യം എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഇനിയോനെ പുറത്ത് വിടരുത്. ഒരിക്കലും എനിക്ക് പുറം ലോകം കാണരുത്. ഒരാളും ജാമ്യം എടുക്കാൻ പോകരുത്. പൊതുവായിട്ടുള്ള ഈ പ്രശ്നം നമ്മളിപ്പോൾ എങ്ങനെ എന്താ ചെയ്യാൻ കഴിയാറ് ഞങ്ങൾക്ക് ആരോടും പറയാനും ഇല്ല.